ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ വൈറ്റ് കളറിലുള്ള വെജിറ്റബിൾ കുറുമയാണ് കാണിക്കുന്നുള്ളത്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കുറുമയാണ്. എങ്ങനെയെന്ന് കണ്ടു നോക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ്, തക്കോലം ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സവാള അരിഞ്ഞതാണ്. മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. സവാള ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവാള വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 5-6 ബീൻസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവുള്ള കറിയല്ല, അതുകൊണ്ടാണ് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം ഇതൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം പച്ചക്കറികളൊക്കെ. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി പച്ചക്കറികൾ വേവിച്ചെടുക്കണം. അതിന് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയത്തിനുള്ളിൽ ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. തേങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പൊട്ടുകടല, അണ്ടിപ്പരിപ്പ്, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണിത്. ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത കറിയാണ്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. സലീം കുമാർ പറയുന്ന പോലെ കാണാൻ ലുക്കില്ല, പക്ഷെ ഭയങ്കര ബുദ്ധിയാന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് ഈ കറിയുടെ അവസ്ഥ. കാണാൻ ലുക്കില്ല, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കറിയൊക്കെ ഇപ്പം നന്നായി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കറിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.